അവകാശപ്പെടുന്നത് യേശുവാണ് ഞങ്ങൾക്ക് ഈ പൗരോഹിത്യം തന്നത്, കൈമാറ്റം വഴി യേശുവിൻ്റെ പൗരോഹിത്യം ഞങ്ങൾക്ക് കൈമാറ്റപ്പെട്ടു എന്നൊക്കെയാണ്. എന്നാൽ വചനം പറയുന്നത് യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല. സത്യം ഇതായിരിക്കെ കുർബാന പുസ്തകം പേജ് 61 പറയുന്നത് യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നുവെന്നാണ്. ഇത് തികച്ചും വ്യാജമാണ്. ഒന്നുകിൽ വചനം സത്യം, പ്രിയമുള്ളവരെ, വചനമാണ് സത്യം. യോഹന്നാൻ 17:17 പറയുന്ന അവിടുത്തെ വചനമാണ് സത്യം. പാരമ്പര്യം നുണയാണ്, അത് മനുഷ്യനിർമ്മിതമാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി, അപ്പം മുറിക്കലും കുർബാനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. യേശു ലോകത്തിലേക്ക് വന്നത് തൻ്റെ നിത്യമായ ബലി മൂലം പുരോഹിതർ അർപ്പിച്ചിരുന്ന എല്ലാ പാപപരിഹാര ബലികളും അവസാനിപ്പിക്കാനാണ്. അതുകൊണ്ട് പുരോഹിതരുടെ ബലി അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല. ഇതാ വചനം പറയുന്നു, എബ്രായ ലേഖനം 10:5, ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല. അതെ, യേശു ഒരിക്കലും ഒരു മനുഷ്യൻ അർപ്പിക്കുന്ന പാപപരിഹാര ബലിയിൽ സംപ്രീതനായി ആകുകയില്ല. ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ബലിയാണ്, ഇതിൽ ദൈവം സംപ്രീതനാകണം എന്നൊന്നും പറഞ്ഞാൽ യേശു ഇതിൽ സംപ്രീതനാകുകയില്ല. കാരണം ഇനി ബലി അർപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് തൻ്റെ വിശുദ്ധ രക്തം കാൽവരി ക്രൂശിൽ ചിന്തിയത്. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല. എബ്രായർ 10:5. വീണ്ടും എബ്രായർ 10:8 പറയുന്നത് ബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല. അവിടുന്ന് ആഗ്രഹിക്കാത്തത്, ഇഷ്ടപ്പെടാത്തത് നമ്മൾ എന്തിനു ചെയ്യണം? അങ്ങനെ ചെയ്യുമ്പോൾ നാം കർത്താവിൻ്റെ ബലിയെ അംഗീകരിക്കാത്തവരുടെ പട്ടികയിൽ പെടും. എന്നാൽ യേശു നമ്മോട് ബലിയർപ്പിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം വരുന്ന വ്യാജമായ പാട്ടാണ് കുർബാനയ്ക്ക് മുന്നോടിയായി പാടുന്നത്. ശ്രദ്ധിക്കുക, അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. ഈ പാട്ട് കേട്ടാൽ തോന്നും ആ പെസഹ നാളിൽ യേശു നമ്മളോടൊക്കെ ബലിയർപ്പിക്കാൻ പറഞ്ഞു എന്നാണ്. ഒരിക്കലും യേശു അന്നാ പെസഹ നാളിൽ ബലിയർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ യേശു എന്താണ് പറഞ്ഞത്? യേശു നമ്മോട് ബലിയർപ്പിക്കാൻ പെസഹ നാളിൽ കൽപ്പിച്ചിട്ടേയില്ല, ഓർമ്മയ്ക്കായി ചെയ്യാനാണ് യേശു കൽപ്പിച്ചിട്ടുള്ളത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 22:19 ഓർമ്മയാചരണം വേറെ, ബലിയർപ്പണം വേറെ. ഓർമ്മയാചരണത്തിൻ്റെ പേരിൽ ഒരു ബലിയർപ്പണം തന്നെ തങ്ങൾക്ക് നടത്തിക്കളയാമെന്നാണ് പുരോഹിതർ വ്യാമോഹിക്കുന്നത്. ഇത് സാധാരണയായിട്ട് കുർബാന ഇത് യേശു കൽപ്പിച്ചതാണ് എന്നാണ് പുരോഹിതന്മാർ പറയുക. അത് പങ്കെടുക്കുന്നവരും പറയുന്നത് യേശു കൽപ്പിച്ചതാണെന്ന്. യേശു ഒരിക്കലും ഒരു ബലിയർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പം മുറിക്കൽ നടത്തുവാൻ, അത് തൻ്റെ മരണപുനരുത്ഥാനത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവാനാണ് പറഞ്ഞത്. ഓർമ്മയാചരണത്തിൻ്റെ പേരിൽ ഒരു ബലിയർപ്പിക്കാൻ ആർക്കും അധികാരമില്ല. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെ അങ്ങനെ കുർബാനയിലൂടെയുള്ള ഈ ബലി അതിലംഘിക്കുകയാണ് ചെയ്യുന്നത്. 2 യോഹന്നാൻ 9 പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. ഈ കുർബാന മധ്യേ പുരോഹിതൻ ആവർത്തിച്ച് ധൂപം പുകച്ച് ആ പുക വഴി പാപമോചനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കുർബാനയിൽ ധൂപം പുകയ്ക്കാറുണ്ടല്ലോ, ആ പുക വഴിയാണ് പാപമോചനം കിട്ടുക എന്നാണ് കുർബാനയിലൂടെ വ്യക്തമാക്കുന്നത്. അത് കുർബാന പുസ്തകം പേജ് 27, 28, 45, 46, 86, 87 പേജുകളിൽ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പുരോഹിതൻ്റെ ധൂപം വീശൽ മുഖാന്തരം പാപമോചനം കിട്ടും, അതിനായിട്ടുള്ള പ്രാർത്ഥനയാണ് അവിടെ കാണുന്നത്. അങ്ങനെ എത്രമാത്രം വചന നിഷേധിയായ ഒരു കാര്യമാണ് അത്. കാരണം വചനം പറയുന്നത് യേശുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ പാപമോചനം ലഭിക്കൂ. എബ്രായ ലേഖനം 9:22 പറയുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. 1 യോഹന്നാൻ 1:7 പറയുന്നത് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ രക്തത്തിൽ മാത്രം പാപമോചനം ലഭ്യമായിരിക്കെ പുക വഴിയാണ് പാപമോചനം കിട്ടുക എന്നുള്ളത് വാസ്തവത്തിൽ ദൈവദൂഷണമാണ്. പക്ഷേ അറിവില്ലായ്മ കൊണ്ട്, ഇതാരും ചോദ്യം ചെയ്യാത്തത് കൊണ്ടും പാരമ്പര്യത്തിൻ്റെ പേരിൽ ഭക്തിയുടെ പരിവേഷം കിട്ടി ഇത്തരത്തിലുള്ള വിരോധാഭാസങ്ങളൊക്കെ അങ്ങ് നടക്കുകയാണ്. അത് ജനം അംഗീകരിക്കുന്നത് കൊണ്ട് ദൈവവും അംഗീകരിക്കുന്നു എന്നാണ് പലരും കരുതുന്നത്. പ്രിയമുള്ളവരെ, സകലരും അംഗീകരിച്ചാലും ദൈവം അംഗീകരിച്ചില്ല എങ്കിൽ എന്താ പ്രയോജനം? യേശുവിൻ്റെ ശരീരരക്തങ്ങളുടെ ഓർമ്മയാചരിക്കാനുള്ള വിശുദ്ധ ശുശ്രൂഷ ബൈബിളിൽ 3 പേരുകളിൽ മാത്രമാണ് അറിയപ്പെടുന്നത്. 1 കർത്താവിൻ്റെ മേശ, അത് 1 കൊരിന്ത്യർ 10:21 കാണാം. രണ്ടാമത്തെ പേര് കർത്താവിൻ്റെ അത്താഴം എന്നാണ്, അത് 1 കൊരിന്ത്യർ 11:20 കാണാം. മൂന്നാമത്തെ പേര് അപ്പം മുറിക്കൽ എന്നാണ്, അത് അപ്പസ്തോല പ്രവർത്തനം 2:40 അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:7 കാണാം. കുർബാനയെന്നോ ദിവ്യബലിയെന്നോ ഇതിനെ ബൈബിൾ വിളിച്ചിട്ടില്ല. നമുക്ക് ഈ ശുശ്രൂഷയെ ഇങ്ങനെ പേർ വിളിക്കാൻ അനുവാദവുമില്ല. ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ ഒരു ദിവ്യബലിയായിരുന്നുവെങ്കിൽ അന്നത്തെ യഹൂദ പള്ളിയിലെ ബലിപീഠത്തിൽ വെച്ച് പുരോഹിത വസ്ത്രം അണിഞ്ഞുകൊണ്ടായിരുന്നു
ഇത് അർപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ യേശു സ്ഥാപിച്ച തൻ്റെ ഓർമ്മയ്ക്കായുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷ ഒരു വീട്ടിലെ മേശമേൽ വെച്ചാണ് യേശു സ്ഥാപിച്ചത്. മത്തായി 26:18, ലൂക്കോസ് 22:21. പ്രത്യേകം ശ്രദ്ധിക്കുക, പുരോഹിതന്മാർ ബലിയർപ്പിച്ചിരുന്നത് ബലിപീഠത്തിലായിരുന്നു. ഇതൊരു ബലിയായിരുന്നുവെങ്കിൽ, ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ ബലിയായിരുന്നുവെങ്കിൽ ബലിപീഠത്തിൽ വെച്ച് മാത്രമേ യേശു അർപ്പിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഒരു വീട്ടിലെ മേശമേൽ വെച്ചാണ് അത് അർപ്പിച്ചത്. അത് ബലിയല്ല. പ്രിയമുള്ളവരെ, യേശു ഒരിക്കലും ഒരു പുരോഹിത വസ്ത്രവും ധരിച്ചിരുന്നില്ലല്ലോ. ജീവനില്ലാത്തൊരു വസ്തുവിനെ ആരാധിക്കരുത്. ഇന്ന് പുരോഹിതന്മാർ ചെയ്യുന്നത് ഒരപ്പം ഉയർത്തിപ്പിടിച്ച് അപ്പത്തിലാണ് യേശു വാഴുന്നത് എന്നൊക്കെ പറഞ്ഞ് ജനത്തെ ഈ ജീവനില്ലാത്ത അപ്പത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് യേശുവാണ് ഈ അപ്പം എന്ന് പറഞ്ഞ് ആരാധന നടത്തുക. അത് തികച്ചും വിഗ്രഹാരാധനയാണ്. ഞാനാണ് വാതിൽ, യോഹന്നാൻ 10:9 യേശു പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് മുന്തിരിച്ചെടി, യോഹന്നാൻ 15:5 യേശു പറഞ്ഞു. ഞാനാണ് ജീവൻ്റെ അപ്പമെന്ന് യോഹന്നാൻ 6:35 കർത്താവ് സദൃശമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം വാതിലിനെയും മുന്തിരിച്ചെടിയെയും ആരാധിക്കുക എന്നുള്ളതല്ലല്ലോ. ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് യേശു വ്യക്തമായി കൽപ്പിച്ചിട്ടുണ്ട്, യോഹന്നാൻ 4:24. അതിനാൽ യേശു തൻ്റെ ഓർമ്മയ്ക്കായുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷ സ്ഥാപിച്ചപ്പോൾ അവിടെയുള്ള ശിഷ്യന്മാരാരും അപ്പത്തെയോ പാനപാത്രത്തെയോ ആരാധിച്ചില്ല. അവിടെ ആരും ആരാധിച്ചില്ല. എന്നാൽ ഇന്ന് കുർബാനയിൽ മനുഷ്യനുണ്ടാക്കുന്ന ഗോതമ്പത്തെ സൂര്യാകൃതിയിലുള്ള പാത്രത്തിൽ വെച്ച് അപ്പം യേശുവായി മാറി എന്ന് പറഞ്ഞ് അപ്പത്തെ ആരാധിപ്പിക്കുന്നത് വിഗ്രഹാരാധനയാണ്. ദൈവത്തെ അരളിക്കയിൽ വെച്ച് സക്രാരിക്കുള്ളിൽ പൂട്ടുവാനും ആവശ്യമുള്ള സമയത്ത് എടുത്ത് ജനത്തിന് മുമ്പാകെ പ്രദർശിപ്പിക്കാനും കഴിയില്ല. ഒരു പുരോഹിതൻ ഒരു ലോഹപാത്രം എടുത്ത് ഉയർത്തി ഇടം വലം മന്ദം തിരിയുമ്പോൾ അതിനൊപ്പം തിരിയുന്നവനല്ല സർവശക്തനായ ദൈവം. വചനമറിയാത്തവരെ എളുപ്പം കബളിപ്പിക്കാം, പക്ഷേ ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. ഗലാത്യർ 7. ഈ കുർബാന കാണുന്ന ധാരാളം ഭക്തർ ഈ കാണുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ എന്ന് ചിന്തിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാറില്ല. അവർ 1 മണിക്കൂർ നേരം വളരെ ഭക്തിയോടെ പുരോഹിതൻ കാണിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് വളരെ പ്രസാദകരമായൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്തത് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ മടങ്ങിപ്പോവുകയാണ്. ചിലർക്കാണെങ്കിൽ എല്ലാ ദിവസവും കുർബാന കാണണം. അത് കണ്ടാലേ അവർക്ക് ഒരു സന്തോഷം വരികയുള്ളൂ. പക്ഷേ എന്താണ് വാസ്തവത്തിൽ യേശു ക്രൂശിൽ ചെയ്തത്? എന്താണ് യേശു ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ പൂർത്തീകരിച്ചത്? എവിടെയാണ് യേശു പാവപരിഹാര ബലി അർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ വചനം അവർ ചിന്തിക്കുന്നില്ല. ചടങ്ങിൽ മാത്രം ഉള്ളൊരു ഭക്തി. മാത്രമല്ല, ഇത്തരം കുർബാന അത് ശരിയാണ്, ഞങ്ങൾക്ക് കുർബാന അർപ്പിക്കുവാൻ ദൈവമാണ് അധികാരം തന്നിട്ടുള്ളത്, അങ്ങനെ കുർബാനയെ മഹത്വപ്പെടുത്തുന്ന പ്രസംഗങ്ങളാണ് സാധാരണ പുരോഹിതർ പറയാറ്. അത് അതേപടി വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം ഒരു ചടങ്ങ് എത്രമാത്രം ജനം അതിനെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും ദൈവം അംഗീകരിക്കുകയില്ല. ആകാശം ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവുകയില്ല. നമ്മുടെ അംഗീകാരമോ തിരസ്കാരമോ അല്ല, ദൈവത്തിൻ്റെ വചനത്തെ നാം അംഗീകരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അംഗീകരിക്കും എന്നു മാത്രം. ഇനിയും കുർബാനയെക്കുറിച്ചുള്ള തുടർന്നുള്ള വചന വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കാം. കുർബാനയപ്പം യേശുവായി മാറുന്നു എന്ന വചനവിരുദ്ധ സിദ്ധാന്തം AD 1215 ഇന്നസെൻ്റാണ് കൊണ്ടുവന്നത്. അക്കാലത്ത് അൽമായർക്ക് ബൈബിൾ വായന പാടെ നിഷേധിക്കപ്പെട്ടിരുന്നു. യേശുവിൻ്റെ ശരീരം ഒരിക്കലും ജീർണിക്കുകയില്ല. അപ്പസ്തോല പ്രവർത്തനം 2:31 സങ്കീർത്തനം 16:10 പറയുന്നുണ്ട്, യേശുവിൻ്റെ ശരീരം ജീർണിക്കുകയില്ല, ദ്രവിക്കുകയില്ല. എന്നാൽ കുർബാനയപ്പം യേശുവായി മാറാത്തത് കൊണ്ടാണ് മറ്റ് അപ്പങ്ങളെപ്പോലെ കുർബാനയപ്പവും ജീർണിക്കുന്നതും പൂപ്പൽ പിടിക്കുന്നതും വയറ്റിലെത്തിയാൽ ദഹിക്കുന്നതും. നശിച്ചു പോകുന്ന വസ്തുക്കളെ ആരാധിക്കരുത്. പുരോഹിതൻ പറയുകയാണ് ഇതാണ് യേശുവെന്ന്. പ്രിയമുള്ളവരെ, ഒരു പുരോഹിതൻ പറഞ്ഞാലൊന്നും ഒരപ്പത്തിന് യേശുവായി മാറാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, നിങ്ങൾ എനിക്ക് ഒരുക്കുന്ന ആലയം ഏതു വിധം. അതുകൊണ്ട് മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഗോതമ്പപ്പം, ഇതാണ് ദൈവം, ഇതാണ് യേശു, ഇതിനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ എത്രമാത്രം ദൈവജനത്തോട് അജ്ഞത പുലർത്തുന്ന ഒരു ജനമായിരിക്കണം ആ കുർബാനയിൽ സംബന്ധിക്കുന്നത്. ഇനിയും കുർബാനയപ്പം ഭക്ഷിച്ചാൽ യേശു ആ അപ്പം സ്വീകരിച്ചവൻ്റെ ഉള്ളിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഉള്ളിലേക്ക് വന്ന യേശു എത്ര മണിക്കൂർ സ്വീകരിച്ചവൻ്റെ ഉള്ളിലിരിക്കും? അടുത്ത ഞായറാഴ്ച വീണ്ടും കുർബാനപ്പം സ്വീകരിച്ച് യേശുവിനെ വീണ്ടും ഉള്ളിൽ വരുത്തണോ?
അതായത് ആ 1 മണിക്കൂർ നേരം യേശു ഉള്ളിൽ വരുന്നു. പിന്നീട് അടുത്ത ഞായറാഴ്ച വീണ്ടും കുർബാന കാണാൻ പോകുന്നു. അപ്പോഴും പുരോഹിതൻ പറയുക യേശു നിങ്ങളുടെ ഉള്ളിൽ വരാൻ പോവുകയാണെന്ന്. ഇങ്ങനെയല്ല യഥാർത്ഥ ക്രിസ്തീയത. കാരണം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്ഥിരമായി യേശു വസിക്കുന്നു. കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത് ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുവെന്നാണ് കൊളോസ്യർ 1:27 വാക്യത്തിൽ പറയുന്നത്. വരലും പോകലുമില്ല. പരത് കുർബാന സമയത്ത് മാത്രം യേശു വരുന്നു. പിന്നെ യേശുവിനെ കാണാനും യേശുവിനെ ആരാധിക്കാനും ഒരാഴ്ച കാത്തിരിക്കണം. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾ അങ്ങനെയുള്ളൊരു അബദ്ധങ്ങളിൽ പെട്ടുപോകരുത്. കടങ്ങളുടെ പൊറുതിക്കായി മശിഹായുടെ ശരീരം എന്നേക്കുമായി ഒരിക്കലായി തകർക്കപ്പെട്ടു. അതാണ് എബ്രായ ലേഖനം 9:25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നത്. ഇനി കടങ്ങളുടെ പൊറുതിക്കായി മിശിഹായുടെ ശരീരത്തെ നിത്യേന വിഭജിക്കാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അതിനാൽ കുർബാന പുസ്തകത്തിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന കുർബാന പുസ്തകത്തിലെ ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുർബാന പുസ്തകം നോക്കി പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കടങ്ങളുടെ പൊറുതിക്കായി മിശിഹായുടെ ശരീരം വിഭജിക്കുന്ന വൈദികനെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നു എന്ന് കുർബാന പുസ്തകം പേജ് 116 കടങ്ങളുടെ പൊറുതിക്കായി മിശിഹായുടെ ശരീരം വിഭജിക്കുന്ന ഒരു വൈദികൻ. അത്രമാത്രം വലിയ ദൈവദൂഷണമാണ് ഇത് പ്രിയമുള്ളവരെ. കാരണം ഇനി ആർക്കും യേശുവിൻ്റെ ശരീരത്തെ വിഭജിക്കുവാനോ ഒരിക്കൽ കൂടി യേശുവിനെ ക്രൂശിൽ തറയ്ക്കുവാനോ സാധിക്കുകയില്ല. എന്നേക്കുമായി ഒരിക്കലായി യേശു അർപ്പിച്ച ആ ബലി വഴിയായി പാപങ്ങൾക്കുള്ള മോചനം കർത്താവ് വരുത്തി പൂർണ്ണമായും പാപമോചനം വിശ്വസിക്കുന്ന ഏവർക്ക് അവിടുന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയും കടങ്ങളുടെ മോചനത്തിനായി മിശിഹായുടെ ശരീരം വിഭജിക്കുക എന്ന് പറഞ്ഞാൽ കടങ്ങളുടെ മോചനം ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ താൻ അർപ്പിച്ച ക്രൂശ് മരണം വഴിയായി ലഭ്യമായിട്ടില്ല. അതല്ലേ അത് സൂചിപ്പിക്കുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും സാധാരണ കുർബാന ഭക്തരും പുരോഹിതന്മാരും ചിന്തിക്കാറില്ല. അവർ ആ ചടങ്ങ് ഭക്തിയോടെ എങ്ങനെയെങ്കിലും നടത്തണം, അതാണ് അവരുടെ ആഗ്രഹം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കടങ്ങളുടെ പൊറുതിക്കായി മിശിഹായുടെ ശരീരം വിഭജിക്കുന്ന വൈദികനെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നുവെന്ന് ജനങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് ദൈവദൂഷണമാണ്. കാരണം ഒരു ഗോതമ്പപ്പം വൈദികൻ മുറിച്ചാൽ കടങ്ങൾക്ക് പൊറുതി വരില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ ക്രിസ്തു കാൽവരി ക്രൂശിൽ ഈ വേദനയോടെ മരിക്കേണ്ട കാര്യം ഉണ്ടാകുമായിരുന്നില്ല. അപ്പം മുറിക്കൽ ശുശ്രൂഷ മറ്റാരുടെയും ഓർമ്മയ്ക്കായി ഉള്ളതല്ല, യേശുവിൻ്റെ മാത്രം ഓർമ്മയ്ക്കായി ഉള്ളതാണ്. എന്നാൽ പുരോഹിതർ സ്ഥാപിച്ച ഇന്നത്തെ കുർബാന പുരോഹിത മേലധ്യക്ഷന്മാരുടെയും മറിയത്തിൻ്റെയും തോമാസ് ലിഹായുടെയും മറ്റും ബഹുമാനത്തിനും അവരുടെ ഓർമ്മ കൊണ്ടാടാനുമുള്ള ഒരു ബലിവേദിയുമായാണ് ഇരിക്കുന്നത്. കുർബാന പുസ്തകം 40, 70, 77, 99, 101 പേജിൽ. കാരണം ഇന്ന് പലരുടെയും ബഹുമാനത്തിന് വേണ്ടിയാണ് കുർബാന. എന്നാൽ യേശു സ്ഥാപിച്ചതോ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ബഹുമാനത്തിന് വേണ്ടിയല്ല. കൂട്ടത്തിൽ യേശുവിൻ്റെ ഓർമ്മയുണ്ടെന്ന് മാത്രം കുർബാനയിൽ. ബൈബിളിലെ അപ്പം മുറിക്കൽ ശുശ്രൂഷ പാപങ്ങളുടെ മോചനത്തിനായിട്ടല്ല, മറിച്ച് യേശുവിൻ്റെ ബലിയിലൂടെ പാപമോചനം പ്രാപിച്ച് സ്നാനപ്പെട്ടവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 2:38 മുതൽ 42 വരെ വായിക്കുമ്പോൾ അവിടെ പത്രോസ് പറയുന്നത്, നിങ്ങൾ പശ്ചാത്തപിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ഇത് പറഞ്ഞതിന് ശേഷം അവർ സ്നാനപ്പെടുന്നു. അതിനുശേഷമാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷയും ഒക്കെ വരുന്നത്. അതുകൊണ്ട് ആദ്യം പാപമോചനം, സ്നാനം, അതിനുശേഷമാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ. അതായത് ക്രിസ്തുവിൻ്റെ ബലിയിലൂടെ പാപമോചനം പ്രാപിച്ച വിശ്വാസികൾ പങ്കെടുക്കാനുള്ളതാണ് അപ്പം മുറിക്കൽ. എന്നാൽ കുർബാന നേരെ വിപരീതമാണ്. ഇത് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുമായിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് പുരോഹിതൻ വിചിത്രമായ വേഷവും അംഗവിക്ഷേപങ്ങളൊക്കെ കാണിച്ച് അത് അർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സത്യത്തിലേക്ക് വരണം. സ്നാനപ്പെട്ടവരാണ്, പാപമോചനം പ്രാപിച്ച് സ്നാനപ്പെട്ടവരാണ് അപ്പം മുറിക്കലിൽ പങ്കെടുത്തതെന്നാണ് ആദിമ ക്രൈസ്തവ സമൂഹം എന്നുള്ള ഹെഡിങ്ങിൽ POC ബൈബിളിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായി. 2:38 മുതൽ നിങ്ങളത് വായിച്ചു നോക്കുക. പുരോഹിതർ സ്ഥാപിച്ച കുർബാന പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് പോലും. വൈദികൻ കുർബാന ചൊല്ലിയില്ലെങ്കിൽ അൽമായന് പാപമോചനവും ഇല്ല. വിചിത്രം തന്നെ. കുർബാന ഇന്നയാൾക്ക് വേണ്ടി ഉദ്ദിഷ്ട കാര്യത്തിനായി ഇന്ന നിയോഗത്തിനൊക്കെയായി പണം കൊടുത്താൽ പണമുള്ളവർക്ക് എത്ര വേണമെങ്കിലും ചൊല്ലിപ്പിക്കാം. പഴയ നിയമത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ദൈവത്തോട് നേരിട്ടെടുക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അവർ പാപം ചെയ്താൽ ഒരു മൃഗത്തെ ബലിയർപ്പിക്കും. അതെല്ലാം പുരോഹിതൻ്റെ മധ്യസ്ഥത വഴിയാണ്. എന്നാൽ യേശു ക്രിസ്തു ഈ പുരോഹിതന്മാരുടെ മധ്യസ്ഥത ഒഴിവാക്കി നേരിട്ട് താനും ജനവുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ് സ്വർഗം വിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. ഇനി പുരോഹിതന്മാരോ മധ്യസ്ഥരോ വേണ്ട.
അതുകൊണ്ട് യേശു പറഞ്ഞു, അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം പുരോഹിതന്മാരുടെ അരികിലേക്ക് പോകണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശു പറഞ്ഞത് ഇതാണ്, എൻ്റെ അരികിലേക്ക് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എന്നാൽ ഇവിടെ പഴയ നിയമത്തിൽ പുരോഹിതന്മാർ വന്നപ്പോൾ ദൈവത്തിലേക്ക് നേരിട്ട് അടുക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് മനുഷ്യർക്കിടയിൽ അവർ മധ്യസ്ഥരായി നിൽക്കുകയാണ്. എന്നാൽ ബലി മാറിയപ്പോൾ പൗരോഹിത്യമില്ലാതായപ്പോൾ ജനത്തിന് നേരിട്ട് ക്രിസ്തുവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നു. ഈ പുതിയ നിയമത്തിലെ ഈ സ്വാതന്ത്ര്യം, ദൈവത്തോട് അടുക്കാനുള്ള ഈ സ്വാതന്ത്ര്യം നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ പുരോഹിതന്മാരെയും അവരുടെ കൃത്രിമ ബലികളെയും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക തന്നെ വേണം. തുടർന്ന് വായിക്കട്ടെ. കുർബാന ഇന്നയാൾക്ക് വേണ്ടി ഉദ്ദിഷ്ട കാര്യത്തിനായി ഇന്ന നിയോഗത്തിനൊക്കെയായി പണം കൊടുത്താൽ പണമുള്ളവർക്ക് എത്ര വേണമെങ്കിലും ചൊല്ലിപ്പിക്കാം. അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. പാട്ട് കുർബാന വേണമെങ്കിൽ കാശ് കൂടുതൽ കൊടുത്താൽ മതി, ഒറ്റ കുർബാനയാണെങ്കിൽ കാശ് കുറവ്. അതെ, സാധനങ്ങൾക്ക് വില കൂടുന്നതിനനുസരിച്ച് കുർബാന പണവും അതിൻ്റെ റേറ്റും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു സ്ഥാപിച്ച അപ്പം മുറിക്കൽ ഒരിക്കലും ഒരു വരുമാന മാർഗത്തിനായിട്ടായിരുന്നില്ല. എത്രമാത്രം അനീതിയാണ് ചെയ്യുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് വരെയും കുർബാന സുറിയാനി ഭാഷയിലായിരുന്നു. അതിനാൽ മലയാളി അൽമായർ കുർബാനയിലെ വചന നിഷേധം തിരിച്ചറിഞ്ഞില്ല. ഇനിയിപ്പോൾ സാധാരണ ഒരു മദ്യപിക്കുന്ന ഒരു കത്തോലിക്കനായാലും അദ്ദേഹത്തിൻ്റെ നാവിലും കുർബാനയപ്പം വൈദികന് വെച്ചു കൊടുക്കുന്നു. ഇവിടെ വിശുദ്ധിയുടെ ഒരു കാര്യം ഉദിക്കുന്നില്ല. കത്തോലിക്കനാണെന്നുള്ള ഒരു ലേബലുണ്ടെങ്കിൽ ആർക്കും കുർബാനയപ്പം കിട്ടും. പ്രിയമുള്ളവരെ, എന്നാൽ യേശുക്രിസ്തു സ്ഥാപിച്ച അപ്പം മുറിക്കൽ പാപമോചനം പ്രാപിച്ചവർക്കാണ്, മദ്യപാനികൾക്കുള്ളതല്ല. ഇന്നു മുതൽ മദ്യപാനികളൊന്നും കുർബാനയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞാൽ എത്ര പേർ കുർബാന കാണാൻ വരും? കാരണം ഈസ്റ്റർ ആയാൽ, പെരുന്നാളായാൽ, ക്രിസ്മസ് ആയാൽ എത്രയോ പേരാണ് കത്തോലിക്കർ മദ്യപിക്കുന്നത്. അന്നത്തെ ദിവസങ്ങളിൽ ഷാപ്പുകളിലുള്ള തിരക്ക് പരിശോധിച്ചാൽ കാണാം. അപ്പോൾ മദ്യപാനികളൊന്നും കുർബാനയിൽ പങ്കെടുക്കരുതെന്നുള്ള കൽപ്പന വന്നാൽ പള്ളിയിൽ എത്ര പേരുണ്ടായിരിക്കും? നോക്കുക, കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്ന സത്യക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തെമ്പാടുമായി അപ്പത്തിലും പാനപാത്രത്തിലും ഒരേപോലെ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. കാരണം അപ്പത്തിലും പാനപാത്രത്തിലും ഒരുപോലെ പങ്കുകാരാകാൻ യേശു കൽപ്പിച്ചിട്ടുണ്ട്. പാനപാത്രത്തിൽ നിന്ന് കുടിക്കാതെ അപ്പം മാത്രം ഭക്ഷിച്ചാൽ അത് കർത്താവിൻ്റെ മേശയാകുന്നത് എങ്ങനെ? എന്നാൽ പുരോഹിതർ സ്ഥാപിച്ച കുർബാനയിൽ അപ്പം മാത്രം അൽമായന്, പാനപാത്രം നിഷേധിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിനെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു തുള്ളി പോലും കൊടുക്കാതെ വൈദികൻ തന്നെ ഒറ്റയ്ക്ക് വീഞ്ഞു വലിച്ചു കുടിക്കുന്നത് നോക്കി നിൽക്കാനാണ് കുർബാനയിലേക്ക് പുരോഹിതർ അൽമായരെ ക്ഷണിക്കുന്നത്. ചിലയിടത്തൊക്കെ അപ്പം വീഞ്ഞിൽ മുക്കിക്കൊടുക്കുന്നൊരു ഔദാര്യമുണ്ട്. പക്ഷെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അതിനുപോലും തയ്യാറല്ലാതെ അപ്പം മാത്രമാണ് തന്നിരുന്നത്. ബൈബിളിലെ അപ്പം മുറിക്കലിനെ മാറ്റിമറിച്ച് പുരോഹിതന്മാർ അവരുടെ വക കുർബാന സ്ഥാപിച്ചപ്പോൾ കുർബാന അർപ്പണ രീതിയെ ചൊല്ലി പുരോഹിതർ വൻ കലഹങ്ങളും വിവാദങ്ങളും നടത്തി. ഇത് ഏകദേശം ഒരു 9 വർഷം മുമ്പാണ് നടന്നത്. അൽമായർ ഇത് കണ്ട് പകച്ചു. ഇത് പത്രവാർത്തകളായി. 2000 ജനുവരി 3-ാം തീയതി ദീപികയിൽ 9-ാമത്തെ പേജിൽ പ്രസിദ്ധീകരിച്ച ഇടയലേഖനത്തിൽ ബിഷപ്പുമാർ എന്ന് പറയുന്നവർ ഇങ്ങനെ കുറ്റസമ്മതം നടത്തി. കുർബാനയെ നാം ഇത്രയും നാൾ അനൈക്യത്തിനും കലഹത്തിനും കാരണമാക്കി തീർന്നു എന്നുള്ളത് എത്രയോ വേദനാജനകമാണ്. ഇക്കാര്യം ഒരു ബൈബിൾ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വഴിതെറ്റിച്ച് തെറ്റായ ബലിയിൽ കുടുക്കിയ ബാലിൻ്റെ 450 കള്ളപ്രവാചകന്മാർ ചെയ്ത ഈ കാര്യം തന്നെ 1 രാജാക്കന്മാർ 18:26 എഴുതിയിരിക്കുന്നത്, ബലിപീഠത്തിന് ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, വചനവിരുദ്ധമായ ബലി ഇഷ്ടപ്പെട്ട് അതിലെ ഭക്തിയിൽ ലയിക്കുന്നവർ പാപം വർദ്ധിപ്പിക്കുകയാണ്. ഹോസിയ 8-ാം അധ്യായം 11-13 വരെ വായിക്കുമ്പോൾ, എഫ്രയീം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, അത് അവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി. അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു. അല്പം പണത്തിന് വേണ്ടി ഫീസ് കുറഞ്ഞതും കൂടിയതുമായ വിവിധ തരം കുർബാനകൾ ഉണ്ടാക്കി പണത്തിന് പാപമോചനം വിൽക്കാൻ ശ്രമിക്കുന്ന പുരോഹിത വൃന്ദത്തിന് എങ്ങനെ സ്വസ്ഥതയുണ്ടാകും? കുർബാന മധ്യേ ബലിപീഠം ചുംബിച്ച് പുരോഹിതൻ ഇങ്ങനെയും ചൊല്ലുന്നു. കുർബാന പുസ്തകം പേജ് 92. ഹാ, എനിക്ക് ദുരിതം, ഞാൻ അസ്വസ്ഥമായിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം മൂലം പാപമോചനം വന്നിട്ടില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പാപങ്ങളുടെ മോചനത്തിനാണെന്ന് പറഞ്ഞ് ആവർത്തിച്ച് നിത്യേന അർപ്പിക്കുന്ന പുരോഹിതരുടെ ഇന്നത്തെ ബലി. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് ചൊല്ലി കുർബാന അവസാനിപ്പിക്കുന്നവരെ ഇനി ഒരു ബലിയർപ്പിക്കുവാൻ പോകരുതേ.
അപ്പം മുറിക്കലും കുർബാനയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നിങ്ങൾ ഗ്രഹിച്ചുവല്ലോ. ദൈവമക്കളുടെ സഭായോഗങ്ങളിൽ കടന്നു വന്ന് വചനപ്രകാരമുള്ള അപ്പം മുറിക്കലിൽ പങ്കെടുക്കുവാൻ സകല മെത്രാന്മാരെയും പുരോഹിതരെയും കന്യാസ്ത്രീകളെയും അൽമായരെയും ഈ എളിയവൻ ക്രിസ്തുവിലുള്ള സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്നാണ് പുതിയ നിയമം പറയുന്നത്. എബ്രായ ലേഖനം 10:25. അങ്ങനെ യേശു ക്രിസ്തു പഴയ നിയമ പൗരോഹിത്യം മാറ്റി ഇനി ആരും കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുമായി ഒരു ബലി അർപ്പിക്കരുത്. അർപ്പിച്ചാൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ നിഷേധിക്കുകയും ഞങ്ങളത് അംഗീകരിക്കുകയും ചെയ്യുന്നില്ല എന്നാണ് പ്രസ്താവിക്കുന്നത്. അതെ, പാപം ചെയ്യാനായി ബലിപീഠങ്ങൾ നിർമ്മിക്കരുത്. ഹോസിയ പ്രവാചകൻ അതാണ് പറഞ്ഞത്. ഈ സത്യം ദൈവദിനത്തിലെ മാറ്റപ്പെടാത്ത സത്യമാണ്. ഇത് അംഗീകരിക്കുവാൻ, ഇതനുസരിക്കുവാൻ ആര് തയ്യാറുണ്ട്? അവരുടെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. எனக்காய் ரத்தம் சிந்தி என்மேல் அன்பு கூர்ந்து